ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വാഭാവിക ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഇങ്ങനെ ഈ കേസിൽ ഒന്നൊന്നായി പ്രതികൾ പുറത്തു വരുന്നതാണ് നമ്മൾ എല്ലായ്പ്പോഴും കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 പേർ കൂടി, ഈ കേസിൽ ഏറ്റവും നിർണായകമായ പ്രതികൾ 2 പേർ കൂടി പുറത്തേക്ക് വരികയാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികളാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും. ഇവർ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ്. നമുക്കറിയാം 90 ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ആ സ്വാഭാവിക ജാമ്യം പ്രതിയുടെ നീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകിയത്. നമുക്കറിയാം പങ്കജ് ഭണ്ഡാരി ഈ കൊണ്ടുപോയ ഈ സ്വർണ്ണങ്ങൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തത് പങ്കജ് ഭണ്ഡാരിയാണ്. അത് വാങ്ങിയത് ഈ ഗോവർദ്ധനുമാണ് എന്നുള്ള കാര്യമാണ് ഈ കേസിൽ പ്രധാനമായും ഉള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ ഇതുവരെയും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാഥമിക കുറ്റപത്രം പോലും ഈ കേസിൽ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഇതിലൊരു കുറ്റപത്രം സമർപ്പിക്കാത്തിടത്തോളം കാലം പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങും. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കേസിലെ പ്രധാന പ്രതികളായ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഇപ്പോൾ പുറത്തേക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക് ഇറങ്ങുന്നത്. രുചീഷ്.